നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 77. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 77. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകമാണ് തുടങ്ങേണ്ടത്. അത് ഇങ്ങനെ: തത് വാഗിസർഗോ ജനദാഘ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോങ്കിതാനി യഃ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാം. തത് വാഗിസർഗോ ജനദാഘ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോങ്കിതാനി യഃ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ആ വാക്പ്രയോഗം, ഏത് വാക്പ്രയോഗം? ഭഗവാനെ പറ്റിയിട്ടുള്ള വാക്പ്രയോഗം ജനസമൂഹത്തിൻ്റെ പാപത്തെ നശിപ്പിക്കുന്നതാകുന്നു. ജനസമൂഹത്തിൻ്റെ പാപത്തെ നശിപ്പിക്കുന്നതാകുന്നു. അബദ്ധമുള്ളതായിരുന്നാലും യാതൊന്നിൽ ശ്ലോകം തോറും യശസ്സിനാൽ അടയാളപ്പെട്ടിരിക്കുന്ന അനന്തൻ്റെ നാമങ്ങൾ ഭവിക്കുന്നു. അനന്തൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാൻ അർത്ഥമായി. യാതൊന്നിനെ സാധുജനങ്ങൾ ശ്രവിക്കുന്നു, പറയുന്നു, കീർത്തിക്കുന്നു. അതായത് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ ജനസമൂഹങ്ങളുടെ പാപങ്ങൾ ഇല്ലാണ്ടാവും. അതിനെ നമ്മൾ മുഖവിലക്കെടുക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ പദങ്ങൾക്ക് വൈചിത്ര്യാദി ഗുണങ്ങളില്ലെങ്കിലും, എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? വാക്കുകൾക്ക് വൈചിത്ര്യാദി ഗുണങ്ങളില്ലെങ്കിലും ഭഗവാന്റെ യശസ്സിനെ പ്രധാനമായി പറയുന്നതാണെങ്കിൽ ആ വാക്ക് പരിശുദ്ധമാകുന്നുവെന്ന് കാണിക്കുന്നു. ഈശ്വരോപാധിക്ക് വേണ്ടി ഈശ്വരനെ ഉപാധി കൊണ്ട് സ്മരിക്കുക, ധ്യാനിക്കുക നിഷ്കാമമായിട്ട്. ആ വാക്കുകളൊക്കെ പരിശുദ്ധമാണ്, അല്ലാത്തതൊക്കെ പരിശുദ്ധമല്ല. എനിക്ക് ഇന്നത് വേണം എന്ന് ഭഗവാനോട് പറഞ്ഞാൽ ആ വാക്കുകൾ പരിശുദ്ധമല്ല എന്ന് ബഹുജനങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ സമൂഹം നന്നാവും. അബദ്ധമുള്ളതായിരുന്നാലും ഏതൊരു വാക്പ്രയോഗത്തിൽ ഭഗവാന്റെ ഭക്തി വത്സല്യാദി ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന വാക്കുകൾ അടങ്ങിയിരിക്കുന്നുവോ ആ വാക്പ്രയോഗം ജനസമൂഹത്തിൻ്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുവാൻ തക്ക പരിശുദ്ധിയുള്ളതാകുന്നു. എന്തുകൊണ്ടെന്നാൽ സാധുജനങ്ങൾ എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണജനങ്ങൾ ആ നാമങ്ങളെ പറയുവാൻ ആളുണ്ടെങ്കിൽ കേട്ടിരിക്കും. കേൾപ്പാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ആരുമില്ലെങ്കിൽ സ്വയമേവ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും. ആ അവസ്ഥയിലേക്ക് നമ്മൾക്ക് സാധിക്കണം. എല്ലാവർക്കും ഭാഗവതം പഠിക്കണം, മാഷന്മാരാകാനോ ടീച്ചർമാരാകാനോ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയമേവ കീർത്തനം ചെയ്യുക. ആര് വേണമെങ്കിൽ കേട്ടോട്ടെ, ആര് വേണമെങ്കിൽ കേൾക്കാനിരുന്നോട്ടെ. അപ്പോൾ 12-ാമത്തെ ശ്ലോകം പറയണു: നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃ ശശ്വതം ഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മയദപ്യകാരണം. നൈഷ്കർമ്മ്യം അപി അച്യുതഭാവവർജിതം. ഒന്നുകൂടി പറയാം: നൈഷ്കർമ്മ്യം അപി അച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃ ശശ്വത ഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മയദപ്യകാരണം. അതിനർത്ഥം പറയാം, നിഷ്കാമതാരൂപമാണെങ്കിലും, അതായത് നമ്മളൊന്നും പ്രാർത്ഥിക്കണില്ല, ഒന്നും ആഗ്രഹിക്കണില്ലെങ്കിലും
ഉപാധിയായ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണെങ്കിലും, അതായത് ഉപാധിയായിട്ട് ഈശ്വരനെ ഇന്നത് നടന്നാൽ ഇന്നത് ഞാൻ ചെയ്യാമെന്ന്, അതാണ് ഉപാധി പറയാൻ പാടില്ല ഭഗവാനോട് നിഷ്കാമമായിട്ട്. അപ്പോൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണെങ്കിലും അറിവ് ഹരിഭക്തിരഹിതമാണെങ്കിൽ, ഹരിഭക്തിയുള്ള അറിവാണ് അറിവ്. ഹരിഭക്തി, ഇപ്പോൾ നോക്കൂ, ഒരു ഡാം ഉണ്ടാക്കുകയാണ് ഒരു എൻജിനീയർ, അയാളുടെ അറിവ് മോശമാണോ? അല്ല, മോശമല്ല. എന്നാലോ ഹരിഭക്തി ഉണ്ടോ അതിൽ? ഇല്ല. അപ്പം അത് നന്നല്ല എന്നാണ് പറഞ്ഞത്. ഹരിഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ വാക്കും പ്രവൃത്തിയും നന്നാവൂ എന്ന് നമ്മൾ ശപഥം ചെയ്യണം. അതാണ് സത്യം. അപ്പോൾ ഹരിഭക്തി രഹിതമാണെങ്കിൽ ഏറ്റവും ശോഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നോക്കൂ, ഞാൻ ഇതിന് മുമ്പ് പറയണ്ടായി എന്തുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് അംബാനി സാർ വരുന്നത്. അവിടെ വെറും ഹരിനാമകീർത്തനം ചെല്ലുന്ന ഒരാൾ അംബാനീനേക്കാൾ മീതിയാണ്. അംബാനിക്ക് ഒരുപാട് കാശുണ്ട്, പക്ഷേ ഹരിനാമകീർത്തനം അറിഞ്ഞാൽ അംബാനി വലുതാണ്, അല്ലെങ്കിൽ അതല്ല. നിങ്ങൾക്ക് മനസ്സിലായിച്ചാൽ മനസ്സിലായി, ഇല്ലെങ്കിൽ വേണ്ട. പറഞ്ഞല്ലേ? അപ്പോൾ മംഗളകരമല്ലാത്തതായ കർമ്മവും കാരണമില്ലാത്തതായ കർമ്മവും ഈശ്വരനിൽ അർപ്പിക്കപ്പെട്ടതല്ലെങ്കിൽ, അതാണ് എന്ത് ചെയ്യുകയാണെങ്കിലും കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അർപ്പിക്കപ്പെട്ടതല്ലെങ്കിൽ പിന്നെ